നിപ്പ സ്ഥിരീകരിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള മലപ്പുറം പാണ്ടിക്കാട് സ്വദേശിയായ 14-കാരന്റെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുന്നു. കുട്ടിയുടെ ചികിത്സയ്ക്കായി പ്രത്യേക ടീമിനെ നിയോഗിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സന്ദർശകർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. മലപ്പുറത്ത് ഇന്ന് അവലോകന യോഗം ചേരും. വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന് ഷഹദ് റഹ്മാനാണ് ചേരുന്നത്. കോഴിക്കോട് നിന്ന് അഭിജിത്ത് മുഴക്കുന്നുകൂടിയുണ്ട്. ആദ്യം അഭിജിത്തിലേക്ക്. അഭിജിത്ത്, അവിടെ നിന്ന് നൽകാനുള്ള ഏറ്റവും പുതിയ വിവരം എന്താണ്? ക്രിസ്റ്റീന, ഈ ചികിത്സയിലുള്ള ചികിത്സയിലുള്ള 14-കാരന്റെ ആരോഗ്യനില ഗുരുതരമായി തന്നെ തുടരുകയാണ്. വെന്റിലേറ്ററിലാണ് കുട്ടി നിലവിലുള്ളത്. കുട്ടിയുടെ മാതാപിതാക്കൾ ഉൾപ്പെടെയുള്ളവരും മെഡിക്കൽ കോളേജിൽ ഐസൊലേഷനിൽ തുടരുന്നുണ്ട്. അവരുടെ സ്രവം ഇന്ന് പരിശോധനയ്ക്ക് അയക്കും. ആ സ്രവത്തിന്റെ പരിശോധനാ ഫലവും ഈ ഘട്ടത്തിൽ ഏറെ നിർണായകമാണ്. ഒപ്പം തന്നെ ഈ പനി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ കുട്ടിയുടെ ഒപ്പമുണ്ടായിരുന്ന മറ്റൊരു കുട്ടിക്ക് കൂടി പനിയുണ്ട്. അതിൽ ആ കുട്ടിയുടെ കാര്യത്തിൽ കൂടി ഈ സ്രവ പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുമെന്നാണ് നാം നിലവിൽ മനസ്സിലാക്കുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് കുട്ടിയുള്ളത്. വെന്റിലേറ്ററിലാണുള്ളത്. മെഡിക്കൽ കോളേജിലും ഈ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. സന്ദർശകരുടെ പ്രവേശനത്തിൽ ഉൾപ്പെടെ നിയന്ത്രണങ്ങളുണ്ട്. കൂടാതെ മാസ്ക് അടക്കം ഉപയോഗിക്കണം എന്നുള്ള കാര്യം ഇന്നലെ ആരോഗ്യ വകുപ്പ് വ്യക്തമാക്കിയിരുന്നു. കൂടാതെ ഈ കുട്ടിയുടെ പ്രദേശമായ മലപ്പുറം പാണ്ടിക്കാട് ആ മേഖലയിലും ഊർജിതമായ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഏതെങ്കിലും മറ്റു രീതിയിലുള്ള വ്യാപനത്തിന്റെ സാധ്യതയൊക്കെ തടയാനുള്ള എല്ലാ രീതിയിലുള്ള മുൻകരുതലുകളും ആരോഗ്യ വകുപ്പ് എടുക്കുന്നുണ്ട്. അവലോകന യോഗം ഇന്ന് ചേരുന്നുണ്ട്. ആ രീതിയിലുള്ള എല്ലാ രീതിയിലുള്ള ഒരുക്കങ്ങളും നിലവിൽ മുന്നോട്ട് പോവുകയാണ്. ഏതായാലും ഈ കുട്ടിയുടെ ആരോഗ്യനില ഇപ്പോഴും ഗുരുതരമായി തന്നെ തുടരുന്നു എന്നുള്ളതാണ് ഈ ഡോക്ടേഴ്സുമായി സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ശരി, അഭിജിത്ത് മുഴക്കുന്നാണ് കോഴിക്കോട് നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. മലപ്പുറത്ത് നിന്ന് ഷഹദ് റഹ്മാൻ കൂടി ചേരുകയാണ്. ഷഹദ, ഇന്ന് ഒരു അവലോകന യോഗം മലപ്പുറത്ത് നടക്കുന്നുണ്ടല്ലോ. ഒപ്പം തന്നെ ആരോഗ്യവകുപ്പ് ഏതൊക്കെ തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നത്? രാവിലെ 10 മണിയോട് കൂടിയായിട്ടായിരിക്കും ഈ പ്രതിരോധ രാവിലെ 10 മണിയോട് കൂടിയിട്ടായിരിക്കും ഈ യോഗം നടക്കുക. മലപ്പുറം ഗസ്റ്റ് ഹൗസിലാണ് യോഗം ഉണ്ടാകുക. ആരോഗ്യമന്ത്രി, അതുപോലെ തന്നെ ജില്ലാ കളക്ടർ, അതുപോലെ DMO, മറ്റ് ആരോഗ്യ മേഖലയിലെ വിദഗ്ധർ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ യോഗത്തിൽ പങ്കെടുക്കും. പ്രധാനമായിട്ടും ഇപ്പോൾ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ള മേഖലകളിൽ ഇനി കൂടുതൽ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ സാമ്പിളുകൾ ഇതുവരെ ശേഖരിച്ചു. ഇനി അതുപോലെ മറ്റ് നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ യോഗത്തിൽ ചർച്ച ചെയ്യുക. അതോടൊപ്പം തന്നെ ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി ഈ റൂട്ട് മാപ്പ് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ റൂട്ട് മാപ്പ് ഇനി വിപുലീകരിക്കേണ്ടതുണ്ടോ, അല്ലെങ്കിൽ ഇന്നലെ ഈ റൂട്ട് മാപ്പ് പുറത്തുവിട്ട പശ്ചാത്തലത്തിൽ ഇന്ന് എത്ര പേരുടെ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയക്കണമെന്നതടക്കമുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ യോഗത്തിൽ ചർച്ച ചെയ്യുക. യോഗം രാവിലെ 10 മണിയോട് കൂടി ആയിരിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ ഇപ്പോൾ ഈ കുട്ടിയുടെ ആരോഗ്യനില മോശമായി തന്നെ തുടരുകയാണ്. എന്നാൽ അതേ സമയത്ത് കുട്ടിയുടെ സുഹൃത്തായ മറ്റൊരു കുട്ടിക്ക് പനി ബാധിക്കുകയും മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയുമാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് എന്തെല്ലാം പ്രതിരോധ പ്രവർത്തനങ്ങളാണ് ജില്ലയിലുടനീളം ഇനി നടത്തേണ്ടത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു തീരുമാനമെടുക്കാൻ ഇന്ന് യോഗം ചേരുന്നത്. മാത്രമല്ല, മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ അല്ലെങ്കിൽ കാര്യങ്ങൾ വിലയിരുത്തി വരികയാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകൾ മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കേണ്ടതുണ്ട്. അതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ്, അല്ലെങ്കിൽ ഇതിലെടുത്ത പ്രതിരോധ പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ രാവിലെ 10 മണിയോടുകൂടി ഈ യോഗം ചേരാൻ തീരുമാനിച്ചിട്ടുള്ളത്. മലപ്പുറം ഗസ്റ്റ് ഹൗസിൽ ആരോഗ്യമന്ത്രിയുടെ അധ്യക്ഷതയിലായിരിക്കും യോഗം. ശരി, ഷഹദ് റഹ്മാനാണ് വിവരങ്ങൾ നൽകിയത്. മലപ്പുറത്ത് നിന്ന് അവലോകന യോഗം ഉണ്ട്. ആരോഗ്യമന്ത്രിയുടെ അധ്യക്ഷതയിലാണ് യോഗം. അതേപോലെ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ആശുപത്രിയിൽ സന്ദർശകർക്ക് നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്.